ഇന്നലത്തെ മാർച്ച് മഹിളാ മോർച്ചയുടെ ഒരു മാർച്ചായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക്. അത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം തലേ ദിവസം ക്രൂരമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒക്കെ തന്നെ നമ്മുടെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒരു മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് അവിടെ സംഘടിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു മാർച്ച് അവിടെ നടന്നത്. ആ മാർച്ചിൽ മഹിളാ മോർച്ചയുടെ ഒരു മാർച്ചാണ്. അപ്പോൾ മഹിളാ മോർച്ച അല്ലെങ്കിൽ മഹിളകളെ മാർച്ചുമായിട്ട് വരുമ്പോൾ അവിടെ വന്ന് നിൽക്കേണ്ടത് പുരുഷ പോലീസല്ല. അവിടെ മാക്സിമം കൂടുതലുണ്ടായിരുന്നതും പുരുഷ പോലീസുകളായിരുന്നു. അപ്പോൾ മാർച്ച് അങ്ങ് എത്തിയപ്പോൾ അവർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വെറും 5-6 വനിതാ പോലീസുകാരെ അവിടെ നിർത്തിയിട്ട് ബാക്കി പുറകിൽ ഫുള്ള് പുരുഷ പോലീസുകാരെ നിർത്തിയിട്ടാണ് ഇവർ ഈ വനിതകളൊക്കെ തന്നെ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മോശം രീതിയിലുള്ള അനുഭവമാണ് വനിതാ കൗൺസിലർമാരടക്കമുള്ള മഹിളാ മോർച്ച പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ അത് അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, അവരെ കടിക്കുന്ന സാഹചര്യമുണ്ടായി, അവരെ അതായത് ഈ മാർച്ചിന്റെ ഇടയിൽ തന്നെ പല പുരുഷ പോലീസുകാരും ഇവരുടെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ തന്നെ അവരുടെ രീതിയിൽ മോശം രീതിയിൽ സ്പർശിക്കുകയൊക്കെ തന്നെ ഉണ്ടായി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഞങ്ങളോട് സൂചിപ്പിച്ചത്. ഞങ്ങൾ അവരെ പലരും ഹോസ്പിറ്റലിലാണ് ദേഹോപദ്രവം ഏറ്റതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് പല സമരങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ പുരുഷ പോലീസ് അടക്കം ഞങ്ങളെ ഉപദ്രവിക്കുന്ന ആദ്യമായിട്ടാണ്. അവരാരും പ്രതീക്ഷിക്കുന്നത്, അവരെല്ലാ സമരത്തിനും പോകുമ്പോൾ എന്താണ് സമരത്തിൽ ഉണ്ടാകുക ആ രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല, എന്തോ ഒരു പ്ലാൻ ചെയ്ത രീതിയിൽ വനിതകളെ പർപ്പസ്ഫുള്ളി ഉപദ്രവിക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലത്തെ പോലീസിന്റെ പെരുമാറ്റം. അത് ഞങ്ങൾക്ക് അത് അടക്കം ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് തന്നെ പോകും. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ജലപീരങ്കിയൊക്കെ തന്നെ ഉണ്ടാകും എല്ലാ സമരത്തിലും. കുറച്ച് പ്രൊവോക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ജലപീരങ്കിയൊക്കെ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇത്രയും തുടക്കം മുതൽ അവസാനം വരെ ജലപീരങ്കിയിലെ ടാങ്കിലെ വെള്ളം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. വിഷ്വൽസിൽ ഫുള്ളും അവസാനം വരെ ചെളിവെള്ളമാണ് അടിച്ചത്. കാരണം അപ്പൊ അതൊക്കെ തന്നെ വളരെയധികം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ജലപീരങ്കിയിൽ നല്ല രീതിയിലുള്ള വെള്ളം ആണ് എല്ലാ സമരത്തിലും കൊണ്ടുവരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ മോശം രീതിയിലുള്ള വെള്ളമാണ് അടിച്ചത്. നിങ്ങൾ അതിന്റെ ഫോഴ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. കാരണം അവിടെ ആ ഒരു സമരത്തിന്റെ ഇടയ്ക്ക് ഏതോ ഒരു പുരുഷൻ അതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് പെട്ടുപോയ പ്രവർത്തകനോ ആരോ ആണ് തെറിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിയിൽ പല വനിതകളും തല അടിച്ച് പുറകോട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എത്ര ഫോഴ്സിലാണ് ഇത് അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്ത്രീകളെന്ന് പോലും നോക്കാതെ വളരെ മോശം രീതിയിൽ അവരെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇന്നലെ സമരത്തെ പോലീസ് നേരിട്ടത്. ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ഇതിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ തുടക്കം മുതൽ തന്നെ അവിടെ പേരെടുത്ത് പറഞ്ഞ പോലീസുകാര് BJP പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഒരു പ്രഥമത്തിന് പോലും വലിയൊരു ഉപദ്രവം ഉണ്ടാക്കി എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതവിടെ പ്രവർത്തകരും ഒക്കെ തന്നെ സൂചിപ്പിച്ചു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. കുറച്ച് നാളുകളായിട്ട് ഈ പറഞ്ഞ പേര് സൂചിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിന് തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരുടെയൊക്കെ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ആരുടെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മോശം രീതിയിൽ ഈ ഒരു സമരത്തെ അവര് നേരിട്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുക. കാരണം സാധാരണ പരിക്കല്ലല്ലോ. ഒരു ജനപ്രതിയായിട്ടുള്ള ആൾക്ക് അവരുടെ ചെവിയുടെ ഡയഫ്രത്തിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട്, ഒരാളുടെ ചെവിയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്, കൈ കടിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പരിക്കുകളുണ്ട്. പരിക്കേറ്റവരൊക്കെ തന്നെ സാരമായിട്ടുള്ള പരിക്കുകളുള്ളവരാണ് എല്ലാവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രതിഷേധം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതുപോലെ തന്നെ നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും.